ഹലോ ഫ്രണ്ട്സ്, കാറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നത്. പലപ്പോഴും സ്വകാര്യ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നത്. ഏകദേശം 1 ഡസനോളം കാറുകളാണ് ഒരു ക്രാഷ് ടെസ്റ്റ് ഫെസിലിറ്റിയിലേക്ക് ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നതിനായിട്ട് വാഹന നിർമ്മാതാക്കൾ അയച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ കാറിന്റെ വില കൂടുന്നതിനനുസരിച്ച് നിർമ്മാതാക്കൾ ടെസ്റ്റുകൾക്കായിട്ട് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് സ്പീഡ് ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന കാറുകളെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമ്പർ 10, റേഞ്ച് റോവർ വെലാർ. റേഞ്ച് റോവർ സ്പോർട്സ്, റേഞ്ച് റോവർ ഇവോക്ക് എന്നീ 2 ജനപ്രിയ മോഡലുകൾക്കിടയിൽ സ്ഥാനം പിടിച്ച മോഡലാണ് റേഞ്ച് റോവർ വെലാർ എന്ന് പറയുന്നത്. 376 HP പവർ ജനറേറ്റ് ചെയ്യുന്ന V6 എഞ്ചിനാണ് വെലാറിന് കരുത്ത് പകരുന്നത്. കൂറ്റൻ ഇന്റീരിയറും ഹൈടെക് കംഫർട്ടും ഓഫർ ചെയ്യുന്ന റേഞ്ച് റോവർ വെലാർ 2017 മോഡൽ യൂറോ NCAP ആണ് ടെസ്റ്റ് ചെയ്തത്. ആ ടെസ്റ്റ് റേഞ്ച് റോവർ വെലാർ വിജയകരമായിട്ട് പാസ്സാവുകയും ചെയ്തു. അതിന് വെലാറിന് സാധിച്ചത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള മികച്ച പ്രകടനവും ക്രാഷ് പരിരക്ഷയും ഉറപ്പാക്കുന്ന കോംപ്രിഹെൻസീവ് ക്രാഷ് അവോയ്ഡൻസ് ടെക്നോളജി മൂലമാണ്. ഫ്രണ്ടിൽ ഓഫ്സൈഡ് ടെസ്റ്റിൽ ഉപയോഗിച്ച പാസഞ്ചർ ഡെമ്മി അധികം പരിക്കുകളൊന്നും ഏൽക്കാതെ അതിനോട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. കാറിന്റെ പാസഞ്ചർ കമ്പാർട്ട്മെന്റും ആഘാതത്തിൽ സ്ഥിരത പുലർത്തി. പോൾ ഇമ്പാക്ട് ടെസ്റ്റിലും റേഞ്ച് റോവർ വെലാർ പരമാവധി പോയിന്റുകൾ പോലും സ്കോർ ചെയ്തു. കൂടാതെ മിക്കവാറും എല്ലാ ടെസ്റ്റ് വേഗത്തിലും കൂട്ടിയിടികൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതിന് വാഹനത്തിന്റെ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഫലപ്രദമാണെന്ന് ടെസ്റ്റുകൾ തെളിയിച്ചു. ഏകദേശം 56,900 USD അഥവാ 47.38 ലക്ഷം രൂപയാണ് റേഞ്ച് റോവർ വെലാറിന്റെ ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നതിനായിട്ട് ചെലവഴിച്ചത്. സോ നമ്പർ 9, ഓഡിയുടെ Q8. ഓഡി Q8ന്റെ ഘടനയും സുരക്ഷാ സംവിധാനങ്ങളും ഷെയർ ചെയ്യുന്ന കാറാണ് ഓഡി Q8. Q7 പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഓട്ടോമേറ്റഡ് എമർജൻസി ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് എന്നിവ Q8ന്റെ പ്രധാന സുരക്ഷാ സവിശേഷതകളിൽ പെടുന്നതാണ്. ഒരു തരത്തിൽ സുരക്ഷാ ഉപകരണ വിഭാഗത്തിലെ മാറ്റങ്ങളുടെ അഭാവം Q8ന് നല്ല ഗുണമാണ് ചെയ്തത്. ഓഡി Q8 2021 മോഡലിന് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നൽകിയത് 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ആണ് നൽകിയത്. സൈഡ് ക്രാഷ് ടെസ്റ്റുകളിലും അതിന്റെ എല്ലാ വിഭാഗങ്ങളിലും ഫ്രണ്ടിൽ ഓഫ് സൈറ്റിലും റോൾ ഓവറിലും ഓഡി Q8 മികച്ച സ്കോർ നേടി. IES അഥവാ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈവേ സേഫ്റ്റി Q8നെ ഡ്രൈവർക്കും യാത്രക്കാർക്കും മികച്ച സുരക്ഷ ഉറപ്പാക്കുന്ന വാഹനമായിട്ട് വരെ തെരഞ്ഞെടുത്തു. ഓഡി Q8 ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നതിനായിട്ട് 68,200 USD അഥവാ 56.79 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടിയാണ് ടെസ്ലയുടെ മോഡൽ S. മികച്ച ക്രാഷ് ടെസ്റ്റ് സുരക്ഷാ റേറ്റിംഗ് ലഭിച്ച കാറാണ് ടെസ്ലയുടെ മോഡൽ S. 2014 മോഡൽ എന്ന് പറയുന്നത്. NHTSAയുടെ സ്വതന്ത്ര പരിശോധനയിൽ ക്രാഷ് ടെസ്റ്റിന്റെ എല്ലാ വിഭാഗത്തിലും 5 സ്റ്റാർ റേറ്റിംഗ് നേടി പരമാവധി പോയിന്റുകൾ ടെസ്ല മോഡൽ S കരസ്ഥമാക്കിയിരുന്നു. വാഹന അപകടത്തിൽ പെട്ട് ഇടിക്കുമ്പോൾ ആഘാതം ആഗിരണം ചെയ്യുന്നതിനായുള്ള ദൈർഘ്യമേറിയ ക്രാമ്പിൾ സോൺ ടെസ്ല മോഡൽ Sനുണ്ട്. സൈഡ് പോൾ ടെസ്റ്റും 4 റേറ്റിംഗോടെയാണ് ടെസ്ല മോഡൽ S പാസ്സായത്. കാർ സൈഡിലെ ആഴത്തിലുള്ള അലുമിനിയം എക്സ്ട്രൂഷൻസ് കാർ ബോഡി മുഴുവനും ആഘാതത്തിന്റെ ശക്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പോൾ യാത്രക്കാരനെ ഇടിക്കുന്നതിന് മുമ്പ് ഇടിയുടെ പ്രഭാവം കുറയ്ക്കുകയും ചെയ്യുന്നു. ടെസ്ല മോഡൽ Sന് 5.7% റോൾ ഓവർ അപകട സാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെസ്ല മോഡൽ S ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് $69,420 അമേരിക്കൻ ഡോളർ അഥവാ 57.81 ലക്ഷം രൂപയാണ് ടെസ്ല കമ്പനി ചെലവാക്കിയത്. സോ നമ്മുടെ നെക്സ്റ്റ് വണ്ടിയാണ് പോർഷയുടെ ടൈക്കാൻ. പോർഷയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായിട്ടുള്ള പോർഷെ ടൈക്കാൻ ഒരു സ്പോർട്സ് സെഡാനാണ്. പോർഷെ പോലെ ഒരു വാഹന നിർമ്മാതാക്കളുടെ പ്രശസ്തിക്ക് ഒട്ടും കോട്ടം തട്ടാതെ വിപണി കീഴടക്കാൻ പോർഷെ ടൈക്കാന് സാധിച്ചു. യൂറോ NCAP പോർഷെ ടൈക്കാന് സ്റ്റാർ റേറ്റിംഗ് നൽകിയെങ്കിലും റിയർ എൻഡ് കൂട്ടിയിടിയിൽ കാറ് നാമമാത്രമായിട്ടുള്ള സ്കോർ മാത്രമേ നേടിയിട്ടുള്ളൂ എന്നതാണ് സത്യം. ഫ്രണ്ടിൽ ഓഫ് സൈഡ് ടെസ്റ്റിനിടെ പോർഷെ ടൈക്കാനിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി. എന്നിരുന്നാലും കഴുത്തൊഴികെ ശരീരഭാഗങ്ങൾക്ക് ഗുരുതരമായ പരിക്കേൽക്കാതിരിക്കാനുള്ള സംരക്ഷണം പോർഷെ ടൈക്കാൻ മികച്ചതായിരുന്നു. അതുപോലെ സൈഡ് ബാരിയർ ടെസ്റ്റിൽ പോർഷെ ടൈക്കാന് പരമാവധി പോയിന്റുകൾ നേടി. കാൽനട യാത്രക്കാര്, സൈക്ലിസ്റ്റുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിങ്ങിനൊപ്പം അതിനോടൊപ്പം ചേർത്ത പാസഞ്ചർ ഡിറ്റക്ഷൻ സിസ്റ്റം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചതും പോർഷെ ടൈക്കാന്റെ സുരക്ഷാ റേറ്റിംഗ് ഉയർത്തി. 10,380 USD അഥവാ 86.44 ലക്ഷം രൂപയാണ് പോർഷെ ടൈക്കാൻ ക്രാഷ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെലവാക്കിയത്. സോ
സോ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് 6ാമത്തെ വണ്ടിയാണ് മെർസിഡീസ് ബെൻസ് ജി ക്ലാസ്. 2020 മോഡൽ മെർസിഡീസ് ബെൻസ് ജി ക്ലാസ് NHTSAO അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ യൂറോപ്പിൽ 2019 മോഡൽ മെർസിഡീസ് ബെൻസ് ജി ക്ലാസ് യൂറോ NCAP ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിൽ ജി ക്ലാസ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയത്. സൈഡ് പോൾ ഇമ്പാക്ട്, സൈഡ് ബാരിയർ ടെസ്റ്റ് എന്നിവ രണ്ടിലും ജി ക്ലാസ് ഒരു സുരക്ഷിത വാഹനമാണെന്ന് തെളിയിച്ചു. ആ 2 ടെസ്റ്റുകളിലും യാത്രക്കാരൻ്റെ എല്ലാ നിർണായക ശരീരഭാഗങ്ങളും നന്നായി സംരക്ഷിക്കുവാൻ ബെൻസിന് ഈ വണ്ടിക്ക് സാധിച്ചിരുന്നു. പോർഷെ ടൈക്കാൻ പോലെ തന്നെ ജി ക്ലാസിൽ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ടാണ് വരുന്നത്. നിർഭാഗ്യവശാൽ ഡ്രൈവർ സീറ്റിലെ ചെസ്റ്റ് കംപ്രഷൻ, ഫ്രണ്ടൽ ഓഫ്സെറ്റ്, ഫിൽ സൈഡ് ബാരിയർ ടെസ്റ്റ് എന്നിവയിൽ മെർസിഡീസ് ബെൻസ് ജി ക്ലാസ് ദുർബലമാണെന്ന് കണ്ടെത്തി. അപ്പോൾ അതായത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന USD അഥവാ 1,09,00,000-ലധികം രൂപയാണ് മെർസിഡീസ് ബെൻസ് ക്രാഷ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ചിലവാക്കിയത്. സോ 5th വൺ മെർസിഡീസ് ബെൻസിന്റെ തന്നെ വണ്ടിയാണ് SLS AMG ആണ്. മെർസിഡീസ് ബെൻസ് SLS AMGയുടെ വേഗതയുടെ പര്യായമാണെന്ന് നമുക്ക് പറയാം അല്ലേ. എന്നാൽ 583 HP പവർ ജനറേറ്റ് ചെയ്യുന്ന 6.2 ലിറ്റർ V8 എഞ്ചിനുള്ള ഈ സൂപ്പർ കാറിനെ NHTSAO അല്ലെങ്കിൽ IIHSO ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. യൂറോ NCAPക്ക് പോലും ഇതിന് സുരക്ഷാ റേറ്റിംഗ് ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത കേട്ടോ. എന്നാൽ മെർസിഡീസ് ബെൻസ് SLS AMGയുടെ ക്രാഷ് വീഡിയോകൾ ഇന്റർനെറ്റിൽ കാണുവാൻ സാധിക്കും. ഡയറക്റ്റ് ഹിറ്റിൽ കാറിന്റെ സ്ലീക്ക് ലോങ് ഹുഡ് ഫ്രണ്ടൽ ക്രാഷിന്റെ ആഘാതം ആഗിരണം ചെയ്യുന്നതിനാൽ വിൻഷീൽഡ് കേട് കൂടാതെ ഇരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ റോൾ ഓവർ ടെസ്റ്റും മെർസിഡീസ് ബെൻസ് SLS AMG വിജയകരമായിട്ട് പൂർത്തിയാക്കി. SLS AMG തലകീഴായിട്ട് മറിയുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതിന് SLS AMGയുടെ ഗൾ വിങ് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്നവയാണ്. മെർസിഡീസ് ബെൻസ് SLS AMGയുടെ ക്രാഷ് ടെസ്റ്റ് സ്വന്തം നിലയിൽ നടത്തുവാൻ നമ്മൾ ഈ പറയുന്ന USD അഥവാ 1,84,00,000 രൂപയിലധികമാണ് ചെലവായത് മെർസിഡീസ് ബെൻസ് ഇതിനുവേണ്ടി ചെലവാക്കിയത്. സോ നമ്പർ 4 ലംബോർഗിനി മുർസിലാഗോ. വിപണിയിൽ ഇറങ്ങുന്ന പല സൂപ്പർ കാറുകളും അവരുടെ സുരക്ഷാ റേറ്റിംഗുകൾ പുറത്തുവിടാറില്ല. അതേ ഗണത്തിൽപ്പെടുന്ന സൂപ്പർ കാറാണ് 2010 നവംബർ 1 ലംബോർഗിനി ഉൽപാദനം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ച ലംബോർഗിനി മുർസിലാഗോ. NHTSAO, IIHSO, യൂറോ NCAPO ഈ കാറിന്റെ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. മുർസിലാഗോയുടെ അവസാന മോഡൽ SC എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റീൽ നിർമ്മിതമായിട്ടുള്ള റൂഫും ഡോറുകളും ഒഴികെ കാറിന്റെ ബോഡി കാർബൺ ഫൈബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലംബോർഗിനി തന്നെ നടത്തിയ ഫ്രണ്ടൽ ഓഫ്സെറ്റ് ക്രാഷ് ടെസ്റ്റില് ഇടിയുടെ ആഘാതം കാറിന്റെ ഫ്രെയിമും ഫ്രണ്ട് ഹുഡും വളരെ നന്നായിട്ട് അബ്സോർവ് ചെയ്തു. ക്രാഷ് ടെസ്റ്റില് കാറിന്റെ മുൻവശം പൂർണ്ണമായിട്ട് തകർന്നിട്ടും മുൻവശത്ത് എഞ്ചിൻ ഇല്ലാതിരുന്നിട്ടും ഇടിയുടെ ആഘാതത്തിൽ ക്യാബിൻ കേടുകൂടാതെ ഇരുന്നു. ലംബോർഗിനി മുർസിലാഗോയുടെ ക്രാഷ് ടെസ്റ്റ് നടത്തുവാൻ ലംബോർഗിനിക്ക് ചെലവായത് 3,54,000 USD അഥവാ 2,94,00,000-ലധികം രൂപയാണ്. സോ നമ്പർ 3 ബുഗാട്ടി വെയ്റോൺ. ഏതൊരു കാർ മോഡലിലുമുള്ള ക്രാഷ് ടെസ്റ്റ് യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ വാഹനം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഹൈ സ്പീഡ് ക്രാഷുകൾ, റോൾ ഓവർ കേടുപാടുകൾ, എമർജൻസി ബ്രേക്കിംഗ് എന്നിവ അവയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഡേറ്റ ലഭിക്കുന്നതിന് ഒന്നിലധികം ക്രാഷുകൾ ആവശ്യമാണ്. എന്നാൽ ബുഗാട്ടി വെയ്റോണിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ NHTSA അല്ലെങ്കിൽ IIHS, യൂറോപ്പിലെ യൂറോ NCAP എന്നിവയൊന്നും ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, കാറിന്റെ വില. അതുകൊണ്ട് ബുഗാട്ടി തന്നെയാണ് വെയ്റോണിന്റെ ക്രാഷ് ടെസ്റ്റുകൾ നടത്തിയത്. $2 മില്യൺ വില വരുന്ന ഡസൻ കണക്കിന് കാറുകൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബുഗാട്ടി ഓരോ ടെസ്റ്റിനും ഒരേ വാഹനം തന്നെയാണ് ഉപയോഗിച്ചത്. ഓരോ ടെസ്റ്റിന് ശേഷവും അതേ കാറ് റീബിൽഡ് ചെയ്തിട്ടാണ് ബുഗാട്ടി അത് പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ റിയൽ വേൾഡ് കൂട്ടിയിടികൾ ചിത്രീകരിക്കാനും അതിൽ നിന്ന് ഡേറ്റ സൃഷ്ടിക്കാനും ബുഗാട്ടി സ്വന്തം ക്രാഷ് സിമുലേഷൻ സോഫ്റ്റ്വെയറും ബുഗാട്ടി ഉപയോഗിച്ചു. ഏകദേശം 19 ലക്ഷം USD അതായത് 15 കോടിയിലധികം രൂപയാണ് ബുഗാട്ടി വെയ്റോൺ ക്രാഷ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ബുഗാട്ടി ചെലവാക്കിയത്. സോ സെക്കൻഡ് വൺ ഈസ് കൊനിഗ്ലെഗ് റെഗേറ. ഒരു വാഹന നിർമ്മാതാവ് ക്രാഷ് ടെസ്റ്റിന് തയ്യാറാകുമ്പോൾ ആ ടെസ്റ്റിൽ നിന്നും സമഗ്രമായിട്ടുള്ള റേറ്റിംഗുകൾ ആവശ്യമായിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതിന് ഏകദേശം 1 ഡസനോളം കാറുകൾ മാറ്റിവെക്കാൻ വേണ്ടി നിർബന്ധിതരാകും. എന്നാൽ ഒരു വർഷം വെറും 12 കാറുകളൊക്കെ നിർമ്മിക്കുന്ന കൊനിഗ്ലെഗ് പോലെയുള്ള ഓരോ വാഹന നിർമ്മാതാക്കൾക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊനിഗ്ലെഗ് പുറത്തിറക്കിയ കൊനിഗ്ലെഗ് റെഗേറ എന്ന സൂപ്പർ കാറിന്റെ ക്രാഷ് ടെസ്റ്റ് നടത്തുവാൻ ബുഗാട്ടിയെ പോലെ ഒരു കാർ മാത്രമേ കൊനിഗ്ലെഗ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഓരോ ക്രാഷ് ടെസ്റ്റിന് ശേഷവും കാർ പുതുക്കി പണിഞ്ഞിട്ട് അവർ അടുത്ത ക്രാഷ് ടെസ്റ്റ് ചെയ്തു. കാർ ഓരോ തവണയും പുതുക്കി പണിഞ്ഞത് ഷാസിയും മറ്റു ഘടകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ
താരതമ്യേന ചെലവ് കുറഞ്ഞ ബാഹ്യ പാനലുകളിലാണ് മിക്ക കേടുപാടുകളും സംഭവിക്കുന്നത് എന്നതിനാലാണ്. അതിലൂടെ ചേസിസ് എല്ലാ ടെസ്റ്റുകളും അതിജീവിക്കുന്നുവെന്ന് കൊനിഗ്ലേഗ് ഉറപ്പാക്കുകയും ചെയ്തു. NHTSA യൂറോ NCAP റേറ്റിംഗ് കൊനിഗ്ലേഗ് റെഗേരയ്ക്ക് ലഭിച്ചില്ല. കൊനിഗ്ലേഗ് റെഗേരയുടെ ക്രാഷ് ടെസ്റ്റിന് ഏകദേശം 9 ലക്ഷം USD, അതായത് 15 കോടിയിലധികം രൂപ കൊനിഗ്ലേഗ് ചെലവാക്കിയെന്നാണ് കരുതുന്നത് കേട്ടോ. സോ നമ്പർ 1 പെഗാനിയുടെ ഹുവേറ. 791 HP പവർ ജനറേറ്റ് ചെയ്യുന്ന V12 ഉപയോഗിച്ച് കുതിച്ചു പായുന്ന പഗാനി ഹുവേറ കാറുകൾ IIHS, NHTSA അല്ലെങ്കിൽ യൂറോ NCAP എന്നിവ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പഗാനി ക്രാഷ് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല എന്നതാണ് സത്യം. ജർമ്മനിയിലെ ഒരു ഫാട്ടർ ബൂക്കിന് സമീപം നടന്ന ടെസ്റ്റ് ഡ്രൈവില് പഗാനി ഹുവേറ പ്രോട്ടോ ടൈപ്പ് ക്രാഷായി. ആ ക്രാഷിനെ തുടർന്ന് ഹുവേറയുടെ സെൻട്രൽ മോണോകോക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്ന് കമ്പനി അവകാശപ്പെട്ടു. എന്തായാലും തീർത്തും അപ്രതീക്ഷിതമായി നടന്ന ഒരു ക്രാഷ് ടെസ്റ്റിന് പഗാനിക്കുണ്ടായ ചിലവ് ഏകദേശം 24 ലക്ഷം USD. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റുകളായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് സംബന്ധമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് കാണുവാൻ നിങ്ങൾ ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.